സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങ് പുരോഗമിക്കുകയാണ്. അതിലേക്ക് 2015 മികച്ച സിനിമകൾക്ക് നൽകുന്ന അംഗീകാരത്തിലേക്കുള്ള ആ യാത്രയുടെ തുടക്കമായി കഴിഞ്ഞു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. നമുക്ക് ഇനി അവാർഡുകളിലേക്ക് കടക്കാം. വേദിയിലിരിക്കുന്നവരെല്ലാം സെറ്റിൽ ആയതിനു ശേഷം നമുക്ക് തുടങ്ങാവുന്നതാണ്. ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടതിന്റെ നിറവിൽ നിൽക്കുകയാണ് മലയാള സിനിമ. ആ മലയാള സിനിമയുടെ തുടക്കം കുറിച്ച ഒരു വ്യക്തിയുണ്ട്. വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമയിലൂടെ മലയാളിക്ക് സിനിമ എന്ന് പറയുന്ന ഭാഷ നൽകിയ JC ഡാനിയൽ. ആ JC ഡാനിയലിന്റെ പേരിലുള്ള അവാർഡ് ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി കഴിഞ്ഞ വർഷം ഈ അവാർഡ് നൽകിയത് മറ്റാർക്കുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട, നമ്മളെന്നും ആദരിക്കുന്ന, നമുക്ക് ഒരുപാട് മികച്ച സിനിമകൾ നൽകിയിട്ടുള്ളത്, മലയാള സിനിമയ്ക്ക് ഒരുപക്ഷെ ലോക ഭാഷയുടെ ആ ഭാഷ്യം നൽകിയ വ്യക്തിയാണ് മറ്റാരുമല്ല, ശ്രീ KG ജോർജ്. അദ്ദേഹം നമ്മളോടൊപ്പം ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഒരു AVയിലേക്ക് പോകാം. KG ജോർജ് അവ്യവസ്ഥിതമായ മനസ്സിന് ഒരു ദൃശ്യഭാഷ ഒരുക്കിയ ആദ്യ മലയാള ചലച്ചിത്രകാരൻ. മലയാള സിനിമയെ നവീകരിച്ച സംവിധായകരിൽ അഗ്രഗാമിയാണ് അദ്ദേഹം. 1975 ഭ്രമാത്മക ആവിഷ്കാര വൈഭവത്തോടെ നിർമ്മിച്ച സ്വപ്നാടനം. പ്രേക്ഷകർ കാണുന്നത് സിനിമയാണോ അതോ തിയേറ്ററുകളിൽ ഇരുന്ന് സ്വപ്നം കാണുകയാണോ എന്ന വിഭ്രാന്തി പോലെയാണ് സ്വപ്നാടനം. ഇതിലെ കഥയല്ല, ചലച്ചിത്ര ഭാഷയാണ് ശ്രദ്ധേയം. അടിയന്തരാവസ്ഥ കാലത്തെ അസഹിഷ്ണുതയുടെ ഇരുണ്ട മുഖം വെളിപ്പെടുത്തുന്നതാണ് സൈക്കോ ത്രില്ലറായ ഇരകൾ എന്ന സിനിമ. മധ്യ തിരുവിതാംകൂറിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ഇരകൾ സിനിമാ ഭാഷ്യം കൊണ്ട് മികച്ചതാണ്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥകളിൽ ഒന്നാണ് ഇരകൾ. സ്വന്തം ചലച്ചിത്രത്തെ അദ്ദേഹം ഒരിക്കലും അനുകരിച്ചിട്ടില്ല. ആദാമിന്റെ വാരിയലിലെ അവസാന ദൃശ്യം നോക്കുക. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ പശ്ചാത്തലത്തിൽ ഉണരുന്ന സ്ത്രീ ശക്തി റെസ്ക്യൂ ഹോമിൽ നിന്ന് സംവിധായകനെയും ഛായാഗ്രാഹകനെയും തള്ളിമാറ്റി ഓടിപ്പോകുന്ന ദൃശ്യം. ക്യാമറയ്ക്കും അപ്പുറത്താണ് അടിസ്ഥാന വർഗത്തിന്റെ ശക്തിയെന്ന് ആദാമിന്റെ വാരിയിൽ തെളിയിക്കുന്നു. സമകാലികമായ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെ അധികരിച്ചാണ് അദ്ദേഹം ചിത്രങ്ങൾ എടുത്തത്. കോലങ്ങൾ മറ്റൊരു ശ്രദ്ധേയമായ ചിത്രമാണ്. ഗ്രാമത്തിന്റെ ആത്മാവിലേക്കാണ് ആ ചിത്രം നമ്മെ കൊണ്ടുപോകുന്നത്. നാട്ടിൻപുറങ്ങളിലെ നൈർമല്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, അസഹിഷ്ണുത പരത്തുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വെളിപാടാണ് കോലങ്ങൾ. വ്യാമോഹം, ഉൾക്കടൽ, രാപ്പാടികളുടെ ഗാഥ, ഓണപ്പുടവ, മണ്ണ്, ഇനി അവൾ ഉറങ്ങട്ടെ, മേള, യവനിക, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, പഞ്ചവടിപ്പാലം, കഥയ്ക്ക് പിന്നിൽ മറ്റൊരാൾ, ഈ കണ്ണികൂടി, ഒരു യാത്രയുടെ അന്ത്യം, ഇലവങ്കോട് ദേശം എന്നിവയാണ് ജോർജിന്റെ മറ്റു ചിത്രങ്ങൾ. കുളക്കാട്ടിൽ ഗീവർഗീസ് ജോർജ് 1945 തിരുവല്ലയിൽ ജനിച്ചു. 1971 പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിരുദം നേടി. രാമു കാര്യാട്ടിന്റെ സഹസംവിധായകനായി സിനിമാ പ്രവേശം. 1974 നെല്ല് എന്ന ചിത്രത്തിന്റെ തിരക്കഥയിൽ പങ്കാളിയായി. 1975 സ്വതന്ത്ര സംവിധായകനായി മലയാള സിനിമയുടെ വളർച്ചയുടെ ഒഴുക്കിൽ നിറസാന്നിധ്യമാകുന്നത്. ജോർജിന്റെ സിനിമകൾ കാലത്തിന്റെ ചരിത്രഭിത്തിയുടെ ഏതെങ്കിലും ഒരു കോണിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. ഉള്ളിൽ വെളിച്ചമുള്ളവർക്ക് വഴികാട്ടി വേണ്ടല്ലോ. വെളിച്ചവും നിഴലും സമഞ്ജസമായി സന്നിവേശിപ്പിച്ച ചലച്ചിത്രകാരനാണ് KG ജോർജ്. സമഗ്ര സംഭാവനയ്ക്കുള്ള 2015 JC ഡാനിയൽ പുരസ്കാരം അവാർഡ് തുകയും ശില്പവും പ്രശസ്തി പത്രവും
ശ്രീ KG ജോർജിന് സമ്മാനിക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. 1 ലക്ഷം രൂപയാണ് അവാർഡ് തുക. ഒപ്പം പ്രശസ്തി പത്രവും ശില്പവും അടങ്ങിയ അവാർഡാണ് കേരള ചലച്ചിത്ര അക്കാദമി നൽകുന്നത്. സ്വാഗതം ചെയ്യുന്നു. ജോർജ് സാറിന് സംസാരിക്കുന്നത് ചേരാൻ. നമസ്കാരം. ജെസ്സി ഡാനിയേൽ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയങ്കരനായ സംവിധായകൻ ജോർജ് സാറിന് നമ്മളോട് പറയാനുള്ള വാക്കുകൾ എൻ്റെ കൈവശമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഞാനത് നിങ്ങളോട് സംസാരിക്കാം. ആദരണീയനായ മുഖ്യമന്ത്രി, മന്ത്രി ശ്രീ AK ബാലൻ, അക്കാദമി ചെയർമാൻ ശ്രീ കമൽ, ജൂറി ചെയർമാൻ ശ്രീ മോഹൻ, വേദിയിലും സദസ്സിലുമുള്ള അഭിവന്ദ്യരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഇതെൻ്റെ ജീവിതത്തിലെ ധന്യമായൊരു നിമിഷമാണ്. 4 പതിറ്റാണ്ടുകൾ പിന്നിട്ട എൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ തിളക്കമാർന്ന ഒരു മുഹൂർത്തം. കുട്ടിക്കാലം തൊട്ടേ സിനിമ എൻ്റെ ജ്വരവും മോഹവും വികാരവുമായിരുന്നു. തിരുവല്ലയിൽ നിന്നും കോട്ടയം വരെ നടന്നു വന്നു പോലും സിനിമ കാണുമായിരുന്ന നാളുകൾ ഇന്നലകളിലെ ഓർമ്മയിൽ സജീവം. സിനിമ പഠിക്കണം, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരണം. എൻ്റെ കുടുംബത്തിന് താങ്ങാനാവുമായിരുന്നില്ല. എന്നിട്ടും എൻ്റെ ആഗ്രഹ നിവർത്തിക്ക് വേണ്ടി എൻ്റെ അമ്മ എന്നെ പിന്തുണച്ചു. നിത്യവൃത്തിയിലേക്ക് പോലും അനുഷ്ഠിച്ചിരുന്ന നാളുകൾ ക്ലേശിക്കപ്പെട്ടു, ഞെരുങ്ങി പല തവണകളായി ഓരോ മാസവും എൻ്റെ പൂന താമസത്തിനും പഠനത്തിനുള്ള പണം അയച്ചു തന്ന ആ അമ്മയുടെ വലിയ സ്നേഹ മനസ്സാണ് എന്നെ ചലച്ചിത്രകാരനാക്കിയത്. ആ അമ്മയുടെ ഓർമ്മയുടെ മുമ്പിൽ ഞാൻ ഈ പുരസ്കാരം സമർപ്പിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനനാളുകളിൽ 3000-ലേറെ വിസ്തൃത ക്ലാസിക് സിനിമകൾ ഞാൻ കണ്ടു. ഓരോ ചിത്രവും ഓരോ വെല്ലുവിളിയായി എൻ്റെ ചലച്ചിത്ര മനസ്സിനെ ഉദ്ദീപിപ്പിച്ചു. ആ ചിത്രങ്ങളുടെ ശില്പങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ പുരസ്കാരം സമർപ്പിക്കുന്നു. നെല്ല്, മായ എന്നീ 2 ചലച്ചിത്രങ്ങൾ രാമു കാര്യാട്ടിൻ്റെ സഹായിയായി പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു തുടക്കം. എൻ്റെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ തുടക്കം. വ്യാകരണം മാത്രമല്ല സിനിമ, ജീവിതം കൂടി ഇടചേരുമ്പോഴേ സിനിമ സിനിമയാകൂ എന്ന നല്ല പാഠം പഠിപ്പിച്ചു തന്ന രാമു കാര്യാട്ട് സാർ, ആ ഗുരുവിൻ്റെ മുന്നിൽ ഞാൻ ഈ പുരസ്കാരം സമർപ്പിക്കുന്നു. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിലേറെ കാലമായി സിനിമയാണ് എൻ്റെ മതം, ജീവിതം, എല്ലാം. എന്നോടൊപ്പം സഹകരിച്ച എല്ലാ സഹപ്രവർത്തകരെയും പ്രേക്ഷക സമൂഹത്തെയും ഞാൻ നന്ദിയോടെ നമിക്കുന്നു. എനിക്കുള്ളതെല്ലാം സിനിമ തന്നെയാണ്. സിനിമയോടുള്ള പ്രണയവും കലാപനവും തന്നെയാണ് എനിക്ക് ജീവിതം. സിനിമയുടെ അപരിമേയ സാധ്യതകൾ ഇനിയും കാലത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനായി ഇവിടെ കടന്നു വരാനിരിക്കുന്ന ചലച്ചിത്ര തലമുറകൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ ഈ പുരസ്കാരം സ്വീകരിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. KG ജോർജ്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2015 പാലക്കാടിന്റെ മണ്ണിനെ സാക്ഷ്യം നിർത്തി ഇപ്പോൾ നടക്കുന്ന ആ ഒരു പുരസ്കാര നിശ 2015-ലെ
സർഗപ്രതിഭകളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. മലയാള സിനിമയിൽ 50 വർഷങ്ങൾ പിന്നിട്ട മഹത് വ്യക്തികളെ കേരള ചലച്ചിത്ര അക്കാദമി ആദരിക്കുക കൂടിയാണ് ഈ വേദി. തീർച്ചയായും 50 വർഷം പിന്നിട്ടവർ എന്ന് പറഞ്ഞാൽ മലയാള സിനിമ നമുക്ക് വേണ്ടി രചിച്ച ആൾക്കാരാണ്. അവരാണ് നമുക്ക് വേണ്ടി സിനിമ എന്ത് എന്ന് പറഞ്ഞു തന്നത്. അവരാണ് സിനിമയിലെ അഭിനയം എന്തെന്ന് നമ്മളെ കാണിച്ചു തന്നത്. അത്തരത്തിലുള്ള മഹത് വ്യക്തികളെയാണ് നമ്മൾ ഇവിടെ നിന്ന് ആദരിക്കുന്നത്. ആദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം, സ്നേഹാദരങ്ങളോടുകൂടി കയ്യടികളോടുകൂടി സ്വാഗതം ചെയ്യാം 50 വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടൻ, നിർമ്മാതാവ്, സംവിധായകൻ, മറ്റാരുമല്ല പത്മശ്രീ മധു. മാധവൻ നായർ എന്ന മധു 1933 സെപ്റ്റംബർ 23 തിരുവനന്തപുരത്തെ ഗൗരീശപട്ടത്ത് ജന്മം. കുന്നുകുഴി LP സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹിന്ദിയിൽ ബിരുദവും, ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും, ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് അഭിനയത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പരിജ്ഞാനം. തുടർന്ന് 1963 മുതൽ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യം. നടൻ, സംവിധായകൻ, കഥാകൃത്ത്, നിർമ്മാതാവ്. 5 പതിറ്റാണ്ട് നീണ്ട കലാജീവിതത്തിൽ ഏറ്റെടുത്ത് സാർത്ഥകമാക്കിയ വേഷങ്ങൾ നിരവധി. അദ്ദേഹം നിർമ്മിച്ച സിനിമകൾക്ക് 4 തവണ കേരള സംസ്ഥാന അവാർഡുകൾ, അഭിനയത്തിന് 4 തവണ ഫിലിം ഫെയർ അവാർഡ്, കൂടാതെ സത്യൻ അവാർഡ്, ബഹദൂർ അവാർഡ്, നിരവധി സ്വകാര്യ ടെലിവിഷൻ അവാർഡുകൾ. ഇതിനെല്ലാം പുറമെ 2004 സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം. ഒരേ സമയം ജനപ്രിയ സിനിമകളുടെയും സമാന്തര സിനിമകളുടെയും ഭാഗമാകാൻ കഴിഞ്ഞ അതുല്യ പ്രതിഭാശാലി നമ്മുടെ പ്രിയപ്പെട്ട പത്മശ്രീ മധു. ഈ മഹാനടനെ കേരള ചലച്ചിത്ര അക്കാദമി അഭിമാനപൂർവ്വം ആദരിക്കുന്നു. ശ്രീമതി സാറിനെ ആദരിക്കുവാനും പൊന്നാട അണിയിക്കുവാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മധു സാറിന് പാലക്കാട് പ്ലീസ് നിങ്ങളുടെ സ്നേഹം. അതെ, മലയാളത്തിന്റെ ആദ്യത്തെ ഫീമെയിൽ സൂപ്പർ സ്റ്റാർ. മലയാളത്തിൽ ഒരുപക്ഷെ കറുത്തമ്മയാവുന്നതിന് മുമ്പ് തന്നെ സംവിധായികയായും നിർമ്മാതാവായും നായികയായും ഒരുപക്ഷെ നായകനേക്കാൾ കൂടുതൽ പ്രതിഫലം പറ്റുന്ന നായികയായും തിളങ്ങിയിട്ടുള്ള ഒരേ ഒരു നടി മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഷീലാമ്മ. മലയാള സിനിമയിലെ നായികാ സങ്കല്പത്തിന് രൂപ സൗകുമാര്യം കൊണ്ടും അഭിനയ തികവ് കൊണ്ടും പൂർണ്ണത നൽകിയ അഭിനേത്രി. മലയാളത്തിലെ നിത്യഹരിത നായകനായ പ്രേം നസീറിനോടൊപ്പം 107 സിനിമകളിൽ നായികയായി അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ കലാകാരി. 13-ാം വയസ്സിൽ തമിഴ് നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി. 1962 17-ാം വയസ്സിൽ തമിഴിന്റെ മക്കൾ തിലകം MGR നായകനായ പാശം എന്ന ചിത്രത്തിലൂടെ തന്റെ സിനിമാ ജീവിതത്തിന് തുടക്കം കുറിച്ചു. അതേ വർഷം തന്നെ ഭാഗ്യജാതകം എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ഷീല മലയാള മണ്ണിലേക്ക് കുടിയേറി. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി. 1969-ലും 71-ലും 76-ലും മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം, കൂടാതെ ഫിലിം ഫെയർ അവാർഡ്, വിവിധ ടെലിവിഷൻ അവാർഡുകൾ. ഒരിടവേളയ്ക്ക് ശേഷം 2003-ൽ മനസ്സിനക്കരെ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയ ഈ കലാകാരിക്ക് 2005-ൽ അകലെ എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. അരനൂറ്റാണ്ട് പിന്നിട്ട ഈ അഭിനയ പ്രതിഭയെ കേരള ചലച്ചിത്ര അക്കാദമി ബഹുമാന പുരസ്സരം ആദരിക്കുന്നു. പുരസ്കാരം നൽകി പൊന്നാടയണിയിച്ച ഷീലാമ്മയെ ആദരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ശില്പവും പൊന്നാടയും നൽകി ശ്രീമതി ഷീലെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഷീലാമ്മയെ ഈ വേദിയിൽ 2015 അവാർഡുകൾ നൽകുന്ന ഈ വേദിയിൽ ആദരിക്കുന്നു.
ഇന്ന് ഒരാൾ വിശ്വസിക്കില്ല മലയാളി അല്ല എന്ന് പറഞ്ഞാൽ. കാരണം മലയാളിയാണ് അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് മാറ്റി പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ മലയാള സിനിമയുടെ അല്ലെങ്കിൽ മലയാളികളുടെ പിന്നെ ഉറപ്പായിട്ടും ശാരദാമ്മയുടെ കാര്യം അത് തന്നെയാണ്. അതെ, ശാരദാമ്മ ഏത് ഇപ്പോഴും എപ്പോഴും ആ ഊർജ്ജസ്വലത തുലാഭാരത്തിൽ കണ്ട ശാരദാമ്മ തന്നെയാണ് ഇന്നും നമ്മുടെ ശാരദാമ്മ. യാതൊരു സംശയവും വേണ്ട, നമുക്ക് ബഹുമാനപൂർവ്വം തന്നെ പറയാൻ പറ്റും മലയാളികളുടെ സ്വന്തം ശാരദാമ്മ. 1959 തെലുങ്കിൽ തുടങ്ങി തമിഴിലൂടെ മലയാളത്തിൽ പടർന്ന് പരിലസിച്ച അഭിനയ ജീവിതം. ശകുന്തള, മുറപ്പെണ്ണ്, ഉദ്യോഗസ്ഥ, കാട്ടുതുളസി, ഇണപ്രാവുകൾ, ഇരുട്ടിന്റെ ആത്മാവ്, തുലാഭാരം, സ്വയംവരം, ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവട്ടം, രാപ്പകൽ. അഭിനയ കലയുടെ ഭാവവൈവിധ്യങ്ങൾ പകർന്നാടിയ നിരവധി കഥാപാത്രങ്ങൾ. 1968 തുലാഭാരത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടി. തുടർന്ന് 1972 അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സ്വയംവരത്തിലെ അഭിനയത്തിനും 1977 ബി നാരായണൻ സംവിധാനം ചെയ്ത നിമജ്ജനം എന്ന തെലുങ്ക് സിനിമയിലെ അഭിനയത്തിനുമായി 2 ദേശീയ അവാർഡുകൾ കൂടി. കൂടാതെ കേരള സംസ്ഥാന അവാർഡ്, ഫിലിം ഫെയർ അവാർഡ്, NTR നാഷണൽ അവാർഡ്, നാന്ദി അവാർഡ്, ബംഗാൾ ഫിലിം ജേർണലിസ്റ്റ് അവാർഡ് തുടങ്ങിയ നിരവധി അംഗീകാരങ്ങൾ ഈ കലാകാരിക്ക് ലഭിച്ചു. സൗമ്യവും ദീപ്തവുമായ ഭാവപ്രകടനങ്ങളിലൂടെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഉർവശി ശാരദയെ കേരള ചലച്ചിത്ര അക്കാദമി ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ഉർവശി ശാരദയെ ആദരിക്കാനായി ശില്പവും പൊന്നാടയും നൽകി ആദരിക്കാനായി. എല്ലാവരും കേൾക്കണം, ഞാൻ പകുതി മലയാളിയാണ്, പകുതി തെലുങ്കാണ്. എൻ്റെ അമ്മ സൈഡ് മേനന്മാരാണ് സാർ, ക്ഷമിക്കണം. എൻ്റെ അമ്മ സൈഡ് മേനന്മാരാണ്, അച്ഛൻ സൈഡ് തെലുങ്കരാണ്. നമസ്കാരം. നായാട്ട്, ആക്രമണം, ഇടിമുഴക്കം എന്നീ മികച്ച വിജയം നേടിയ ചിത്രങ്ങളും അക്കൂട്ടത്തിൽപ്പെടുന്നു. ഇതിനു പുറമെ കാക്കത്തമ്പുരാട്ടി, കുട്ടനാട്, കടലും കരളും, ഞാനൊരു കഥ പറയാം എന്നീ നോവലുകളും, നീലത്താമര, എൻ മകൻ കരയുമ്പോൾ, ശീർഷകമില്ലാത്ത കവിതകൾ, അച്ഛൻ്റെ ചുംബനം, അമ്മയ്ക്കൊരു താരാട്ട് എന്നീ കവിതാ സമാഹാരങ്ങളും അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറവികൊണ്ടു. കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ. 1971 2011 മികച്ച ഗാനരചയിതാവിനുള്ള കേരള സംസ്ഥാന അവാർഡ്, 2011 വള്ളത്തോൾ അവാർഡ് തുടങ്ങി അദ്ദേഹത്തിന്റെ മികവിനുള്ള അംഗീകാരങ്ങളേറെയാണ്. ആ മഹാനുഭാവനെ കേരള ചലച്ചിത്ര അക്കാദമി സ്നേഹ ബഹുമാനങ്ങളോടെ ആദരിക്കുന്നു. ഉപഹാരം നൽകി ആദരിക്കാനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യും. നമ്മളിപ്പോ കേട്ട ഗാനം ശ്രീകുമാരൻ നമ്പി സാറിന്റെ ഒരു ഗാനം നമ്മൾ കേട്ടു. പക്ഷെ അതിന്റെ ഈണം എന്ന് പറയുന്നത് മറ്റാരുമല്ല, ശ്രീ അർജുനൻ മാഷാണ്. അടുത്തതായി നമ്മൾ ആദരിക്കുന്നത് അർജുനൻ മാഷിനെയാണ്. 50 വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന അർജുനൻ മാഷിനെ ഈ വേദിയിൽ ആദരിക്കുന്നു.
മലയാള നാടക സിനിമാ ഗാനശാഖയിൽ ഭാവഗാനങ്ങളുടെ വർണ്ണപുഷ്പങ്ങൾ വിരിയിച്ച സംഗീതജ്ഞൻ. KPSC പോലുള്ള കേരളത്തിലെ പ്രധാന നാടക സംഘങ്ങളുടെ 300ഓളം നാടകങ്ങൾക്ക് 800-ൽ പരം ഗാനങ്ങൾ. മലയാളത്തിന്റെ ചൂരും ചൂടുമുള്ള ഈണങ്ങൾ കൊണ്ട് നമ്മുടെ ആസ്വാദന തലങ്ങളെ ത്രസിപ്പിച്ച സംഗീത മാന്ത്രികൻ. നാടകരംഗത്ത് അരങ്ങുവാണതിനു ശേഷം 1971-ൽ സിനിമയിലേക്ക് ചുവടുവെച്ചു. രാഘവൻ മാസ്റ്റർ, ദേവരാജൻ മാസ്റ്റർ, ബാബുരാജ് തുടങ്ങിയ പ്രഗത്ഭർ കളം നിറഞ്ഞാടുന്ന മലയാള സിനിമാ സംഗീത മേഖലയിൽ സ്വതസിദ്ധമായ ശൈലിയിലൂടെ തൻ്റെതായ ഇടം നേടിയെടുത്തു. നിരവധി നിത്യഹരിത ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചു. ലളിതവും ഭാവാത്മകവുമായ ഈണങ്ങൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന ഈ അതുല്യ പ്രതിഭയ്ക്ക് മുന്നിൽ കേരള ചലച്ചിത്ര അക്കാദമി ശിരസ് നമിക്കുന്നു. സ്നേഹവായ്പോടെ ആദരവുകൾ അർപ്പിക്കുന്നു. അർജുന മാഷിനെ സ്വാഗതം ചെയ്യുന്നു. ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉപഹാരവും പൊന്നാടയും നൽകി ആദരിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട അർജുന മാഷിന് പാലക്കാടിന്റെ സ്നേഹാദരങ്ങൾ നൽകൂ പ്ലീസ്. പല നൂതന രീതികളും പരീക്ഷിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. സ്ലം ഡോഗ് മില്യനെയർ എന്ന സിനിമയിലെ ശബ്ദ ക്രമീകരണത്തിന് ഓസ്കാർ അംഗീകാരം. ഇപ്പോൾ 2016-ൽ BBC-ക്ക് വേണ്ടി ലെസ്ലി വുഡ്വിൻ സംവിധാനം ചെയ്ത ഇന്ത്യാസ് ഡോട്ടർ എന്ന ഡോക്യുമെന്ററിയുടെ ശബ്ദവിന്യാസത്തിന് ഓസ്കാറിന് തുല്യമായ മറ്റൊരു അന്തർദേശീയ അംഗീകാരമായ ഗോൾഡൻ റീൽ അവാർഡും ഈ അതുല്യ പ്രതിഭയെ തേടിയെത്തിയിരിക്കുന്നു. സിനിമ സൗണ്ട് ഡിസൈനിങ് രംഗത്തെ ഈ മികച്ച നേട്ടത്തിന് മലയാള ചലച്ചിത്ര അക്കാദമി റസൂൽ പൂക്കുട്ടിയെ അഭിനന്ദിക്കുന്നു, ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യുന്നു. ഉപഹാരവും പൊന്നാടയും നൽകി ഈ വേദി അദ്ദേഹത്തെ ആദരിക്കുന്നു. അന്തർദേശീയ പുരസ്കാരമായ ഗോൾഡൻ റീൽ സ്വന്തമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ പൂക്കുട്ടി. അതെ, ഇവരെല്ലാവരും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും. കുറച്ച് സമയം കൂടി കാത്തിരിക്കുക. സാംസ്കാരിക ചടങ്ങിന് ശേഷം ഇവരെല്ലാം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും. അടുത്തതായി നമ്മുടെ വേദിയിൽ നടക്കാൻ പോകുന്നത് ഫിലിം അവാർഡ് ബുക്കിന്റെ പ്രകാശന ചടങ്ങാണ്. 46ാമത് ചലച്ചിത്ര അവാർഡ് ബുക്കിന്റെ പ്രകാശനത്തിനായി ബഹുമാനപ്പെട്ട സ്പീക്കറെയും പുസ്തകം ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരനെയും ക്ഷണിക്കുന്നു. ചലച്ചിത്ര അവാർഡിന്റെ പുസ്തകം പ്രകാശനം ഈ വേദിയിൽ ബഹുമാനപ്പെട്ട സ്പീക്കറെയും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ ഈ പുസ്തകം റവന്യൂ വകുപ്പ് മന്ത്രി കൈമാറിയായിരിക്കും ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുക. മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനും ലേഖനത്തിനുമുള്ള പുരസ്കാരങ്ങൾ നൽകുന്നതിന് മുന്നോടിയായി രചനാ വിഭാഗം ജൂറി ചെയർമാൻ ശ്രീ S. ജയചന്ദ്രന്റെ അഭാവത്തിൽ അക്കാദമി സെക്രട്ടറി ശ്രീ മഹേഷ് പഞ്ചു ജൂറി റിപ്പോർട്ട് വായിക്കുവാന് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ S. ജയചന്ദ്രൻ ചെയർമാനും പവിത്രൻ കേരള ശബ്ദം വാരിക
ശ്രീ രാജീവ് ഗോപാലകൃഷ്ണൻ മലയാള മനോരമ എന്നിവരടങ്ങിയ ജൂറിയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2015 രചനാ വിഭാഗം